സദൃശവാക്യം 8-ാം അധ്യായം 13-ാം വചനത്തിൽ ദൈവഭക്തി എന്നുള്ളത് 4 സ്തോത്രം 6 ഹല്ലേലൂയ 3 പ്രസംഗം 2 സാക്ഷ്യം അല്ല. ദൈവഭക്തി എന്നുള്ളതോ ദുഷ്ടത വെറുക്കുന്നത്, പാപം വെറുക്കുന്നത്, കൈക്കൂലി വെറുക്കുന്നത്, വെല്ലുവിളി വെറുക്കുന്നത്, അഹങ്കാരം വെറുക്കുന്നത്, ഹേറ്റ് ഈവിൾ. ആ ശൂന്യത ഇടം പിടിച്ചിരിക്കുന്ന സകല പാപ പ്രവർത്തനവും പുറത്താക്കിക്കൊണ്ട് ആ ശൂന്യതയിൽ കർത്താവിനെ സ്വീകരിച്ച് നിറച്ചാൽ രക്ഷയുടെ സന്തോഷം നിന്നിൽ ഉടലെടുക്കും. അത് തൽക്കാല സന്തോഷമല്ല, അത് പരിപൂർണ സന്തോഷം. രണ്ടാമത്, പ്രിയമുള്ളവരെ, സക്കായി തന്റെ ശൂന്യതയെ നിറയ്ക്കുവാൻ പാവപ്രവൃത്തിയാൽ നിറച്ചതുപോൽ ചിലർ മതം കൊണ്ട് നിറയ്ക്കാറുണ്ട്, ചടങ്ങുകൾ കൊണ്ട് നിറയ്ക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വച്ച് ഘടിപ്പിച്ചിരിക്കുന്ന ശൂന്യത ദൈവത്തിന്റെ സന്നിധിയിൽ നിറയുമ്പോൾ മാത്രമേ രക്ഷയുടെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പാപത്താൽ നിറച്ച് ജീവിച്ചാൽ സന്തോഷം കാണുകയില്ല. ചിലർ മതം, പള്ളി, ചടങ്ങ്, സമ്പ്രദായം കൊണ്ട് നിറച്ച് ഓടുന്നു. സന്തോഷമില്ല, സന്തോഷമില്ല. You cannot substitute my God's presence with anything. ക്രിസ്തുവിന് തുല്യം ക്രിസ്തു മാത്രമാണ്. നിന്റെ പള്ളിയേക്കാൾ, നിന്റെ തീർത്ഥാടന കേന്ദ്രത്തെക്കാൾ, നിന്റെ പുണ്യവാളനേക്കാൾ, നിന്റെ ചടങ്ങിനേക്കാൾ, നിന്റെ മതത്തെക്കാൾ, നിന്റെ ഡിനോമിനേഷനേക്കാൾ എന്റെ നാഥൻ വലിയവൻ, ഏറ്റവും വലിയവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ാം വചനത്തിൽ എത്യോപ്യ രാജ്യത്തിന്റെ സകല ഭണ്ഡാരത്തിന്റെയും മേൽവിചാരകൻ, ഇൻ ഷോർട്ട് എത്യോപ്യൻ ഫിനാൻസ് മിനിസ്റ്റർ, വലിയ മനുഷ്യൻ, ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിൽ നമസ്കരിക്കാൻ വന്ന് മടങ്ങിപ്പോകുന്നു. തേരിൽ ഇരുന്ന് ഐസയ്യാ പ്രവാചകന്റെ പുസ്തക ചുരുൾ വായിച്ച് 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 സമയം കളയുന്നതല്ലാതെ പൊരുൾ പിടികിട്ടുന്നില്ല. ആമേൻ. വഹിക്കുന്നത് വലിയ സ്ഥാനം, പോയത് ലോകത്തിൽ ഏറ്റവും വലിയ പള്ളിയിൽ, സഞ്ചരിക്കുന്നത് VIP-യുടെ വെഹിക്കിൾ, വായിക്കുന്നത് ഏറ്റവും വലിയവന്റെ പുസ്തകം. കിട്ടിയത് 0. ആമേൻ. അവന് ലഭിച്ച അനുഭവം 0 ബ്രദർ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ പറയും ഞാനൊരു ഡീക്കനാണെന്ന് പറയും. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഞാനൊരു വികാരി അച്ഛനാണെന്ന് പറയും. മനുഷ്യൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴായ ബിഷപ്പാണെന്ന് പറയും. മനുഷ്യ അതല്ല ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഞാൻ മെത്രാൻ എന്ന് പറയും, പോപ്പ് എന്ന് പറയും, സൺഡേ സ്കൂൾ സെക്രട്ടറി എന്ന് പറയും, ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്ന് പറയും. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടവന് മാത്രമേ നിത്യ സന്തോഷം ലഭിക്കുവാൻ ഇടവുള്ളൂ. ആമേൻ. യേശു ക്രിസ്തുവിന് നിന്റെ ജീവിതം സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാതെ പള്ളിയിൽ പ്രസവിച്ചിട്ടിട്ടും, പള്ളിയിൽ കിടന്ന് ജീവിച്ചിട്ടും, പള്ളിയിൽ തന്നെ മരിച്ചടക്കപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നീ യേശുവിന് നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. വലിയ മനുഷ്യൻ, എത്യോപ്യൻ രാജ്യത്തിലെ വലിയ മനുഷ്യൻ, പോയത് ഏറ്റവും വലിയ പള്ളിയിൽ, കയ്യിലിരിക്കുന്നത് ഏറ്റവും വലിയവന്റെ പുസ്തകം, വായിച്ച് തള്ളിയതിന്റെ കണക്കില്ല, സഞ്ചരിക്കുന്നത് VIP-യുടെ വെഹിക്കിൾ. പക്ഷെ ഇവന് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവന്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് വന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 8:37 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ പൂർണ്ണ ഹൃദയത്തോട് പൊരുൾ മനസ്സിലാക്കി, പൊരുൾ വ്യാഖ്യാനിച്ച് കൊടുക്കുവാൻ കഴിവുള്ളവനിൽ ദൈവം അധികാരപ്പെടുത്തിയവന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ പൊരുൾ മനസ്സിലാക്കിയെടുത്ത് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ
49 വചനം നമ്മ പഠിപ്പിക്കുന്നു. അവൻ സന്തോഷിച്ചു കൊണ്ട് തന്റെ വഴിക്ക് പോയി. വലിയ പള്ളിയിൽ ലഭ്യമാകാത്ത സന്തോഷം, വലിയ പുസ്തകത്തിൽ ഇവൻ കണ്ടെത്തുവാൻ ശ്രമിച്ച സന്തോഷം, എന്തൊക്കെയോ സമ്പ്രദായം ഇത്ര ആണ്ടുകൾ ചെയ്തിട്ട് ലഭിക്കാത്ത സന്തോഷം, ഹൃദയം തുറന്ന് കർത്താവിൽ അഭിഷേകത്തിന് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ, പൂർണ്ണ ഹൃദയം തുറന്നപ്പോൾ അവൻ സന്തോഷിച്ചു കൊണ്ട് മടങ്ങിപ്പോയി. രക്ഷയുടെ സന്തോഷം, രക്ഷ. ഈ ശൂന്യത, പാപം, തൽക്കാല സന്തോഷം നൽകുന്ന പാപ സ്വഭാവം കൊണ്ട് നിറച്ച് നിന്നെ കളിപ്പിക്കരുത്. ഈ ശൂന്യത, മതപാരമ്പര്യം, ചടങ്ങ് പാരമ്പര്യം, പള്ളി പാരമ്പര്യം കൊണ്ട് നിറച്ച് നിന്നെ നീ കളിപ്പിക്കരുത്. വ്യക്തിപരമായി നിന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ള യേശുവിന് പൂർണ്ണ ഹൃദയം ഇപ്പോൾ തുറന്നു കൊടുത്ത് ഞാൻ പറയുന്ന പ്രാർത്ഥന, കണ്ണുകൾ അടച്ച് 2 കരം ഹൃദയത്തിൽ വിശ്വസ്തയോട് പതിച്ചുകൊണ്ട്, യേശുവേ ഞാൻ പാപിയാണ്, യേശുവേ ഞാൻ പാപിയാണ്, എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ, എന്റെ പാപം അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങയുടെ പൈതലായി മാറ്റണമേ, എന്റെ ഹൃദയം പൂർണ്ണമായി യേശുവേ അങ്ങയ്ക്ക് ഞാൻ ഒഴിഞ്ഞു തരുന്നു, എന്നെ രക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവി. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ ഉള്ളം തുള്ളുന്നു, ഈ ലോക സുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്ന് ഞാൻ പാടിടും, നിത്യമാം രാജ്യത്തിൽ അന്ന് ഞാൻ പാടിടും, രാജന്മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും, രാജന്മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ, രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ, കോടി കോടി യുഗങ്ങളായി, കോടി കോടി യുഗങ്ങളായി കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതിനി നക്കന്നു, മഹത്വം രക്ഷക സ്തുതിനി നക്കന്നു, ചേറ്റിൽ നീ എന്നെ നീ വീണ്ടെടുത്തതിന, ചേറ്റിൽ നീ എന്നെ നീ അഗ്നി 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 അഗ്നി. The power of God's salvation. രക്ഷയുടെ ശക്തി, രക്ഷയുടെ ശക്തി. പാപ സ്വഭാവം പുറത്താകട്ടെ, പാരമ്പര്യ സ്വഭാവം പുറത്താകട്ടെ. യേശു നിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ദൈവ പൈതലേ നിന്റെ ഹൃദയം പരിപൂർണമായി തുറക്കുക, തുറക്കുക, തുറക്കുക. നീ തുറന്നാൽ അവൻ അകത്ത് പ്രവേശിക്കും. നീ തുറന്നാൽ എന്റെ ദൈവം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവേശിക്കും. അപ്പോൾ നീ രക്ഷയുടെ സന്തോഷം അനുഭവിക്കും. അപ്പോൾ രക്ഷയുടെ സന്തോഷം നിന്നിൽ നിറയും. അത് നിത്യ സന്തോഷമാണ്. അത് തൽക്കാല സന്തോഷമല്ല, അത് നിത്യ സന്തോഷമാണ്. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു,
അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 5ഉം 6ഉം വചനങ്ങൾ കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. ആമേൻ. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. സന്തോഷമില്ലേ? ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം ഒന്ന് കുലുങ്ങി. ദൈവദൂതന്മാർ പിതാവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവമന്ദിരത്തിന്റെ ഉമ്മറുപടികൾ ഒന്ന് കുലുങ്ങി. മഹാരാജ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിറയുവാൻ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അടുത്ത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് നിന്റെയും എന്റെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മടക്കി കിട്ടുമ്പോൾ, വീണ്ടും കൊള്ളുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന സന്തോഷം. ആമേൻ. ഭൗതിക കാര്യങ്ങൾ വീണ്ടും കൊള്ളുമ്പോൾ നമ്പർ 1, ആത്മീയ കാര്യങ്ങൾ വീണ്ടും കൊള്ളുമ്പോൾ നമ്പർ 2 ഉണ്ടാകുന്ന സന്തോഷം. 1 സാമുവേൽ 30-ാം അധ്യായം 3-ാം വചനത്തിലെ സിക്ലാഗ് ദേശത്തിൽ ദാവീദ് എത്തിച്ചേർന്ന് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദാവീദ് സിക്ലാഗിൽ എത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ ഭയങ്കരമാണ്. അവന്റെ ഭാര്യമാരെ ശത്രുക്കൾ കടത്തിക്കൊണ്ടുപോയി, അവന്റെ പുത്രിമാരെ ശത്രുക്കൾ കടത്തിക്കൊണ്ടുപോയി, അവന്റെ കൊട്ടാരത്തെ തീ വെച്ച് നശിപ്പിച്ചിരുന്ന് ദാവീദ് കരഞ്ഞ്, ദാവീദ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കരഞ്ഞ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഇരുന്ന് ജനം കല്ലെടുത്ത് ദാവീദിനെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ പ്രിയമുള്ളവരെ, ദാവീദ് അവൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരു ആലോചന ചോദിച്ച് 1 സാമുവേൽ 30-ാം അധ്യായം 8-ാം വചനത്തിൽ, ദൈവമേ, എന്റെ ഭാര്യമാരെ കടത്തിക്കൊണ്ടുപോയി, എന്റെ മക്കളെ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയി, എന്റെ കൊട്ടാരത്തെ തീ വെച്ച് നശിപ്പിച്ച ഈ പട്ടാളത്തെ ഞാൻ പിന്തുടരട്ടോ? Shall I pursue the troop that attacked me? Shall I recover everything that I have lost? ഇവരെ ഞാൻ പിന്തുടരട്ടോ? എനിക്ക് നഷ്ടപ്പെട്ടത് ഒക്കെയും വീണ്ടും കിട്ടുമോ? കർത്താവ് മറുപടി നൽകി, മകനെ, പിന്തുടരുക. You will recover it. You will recover it. അതുപോലെ അവൻ പിന്തുടർന്ന് ചെന്ന് അടിച്ച് പിടിച്ച് ഭാര്യമാരെയും മക്കളെയും വീണ്ടെടുത്തപ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടായ സന്തോഷം, ഭയങ്കര സന്തോഷം. ഇന്ന് എന്റെ സഹോദരങ്ങളെ, മക്കളെ നഷ്ടപ്പെട്ടു വന്നിരിക്കുന്നവർ ഇവിടെ ഉണ്ട്. കുടുംബ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു വന്നിരിക്കുന്നവർ ഇവിടെ ഉണ്ട്. പ്രമാണം കയ്യിലുണ്ട്, പക്ഷെ സ്വത്ത് കൊണ്ടുപോയി, കള്ളന്മാർ കൊണ്ടുപോയി. അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. സമ്പാദിച്ച പണം കളിപ്പിച്ച് ചീറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കായി ഞാൻ കരയും. എന്റെ പൈതൽ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വേദന എനിക്കറിയാം. God recompensated in double measure. എന്റെ ദൈവം അത് ഇരട്ടിയായി മടക്കി തന്നു.
രട്ടിയാ എന്റെ ദൈവം മടക്കി തന്നു. അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവമക്കളൊന്ന് എഴുന്നേൽക്കുക. കണ്ണുകൾ അടയ്ക്കാം. അങ്ങുമിങ്ങും ആരും നോക്കരുത്. നിങ്ങൾ ഇന്ന് വീണ്ടും കൊള്ളുന്ന ദിവസം, മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ, വീട് വിട്ട് അനേകർ ഇറങ്ങി പുറപ്പെട്ട് ഒരു അടയാളവുമില്ല. അങ്ങനെയുള്ള നഷ്ടം, സ്വത്ത് നഷ്ടം, പണം നഷ്ടം, ജീവിത പങ്കാളിയുടെ നഷ്ടം, വീട് നഷ്ടം. യേശുവേ, 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 ഈ സഹോദരങ്ങളുടെ മനസ്സിലേനാപ്പ. എല്ലാരും കരമുയർത്തി കരയുക. എല്ലാരും കരമുയർത്തി നിലവിളിച്ച് കരയുക. എന്റെ നഷ്ടം എനിക്ക് ഇന്ന് മടക്കി തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് മടക്കി തരണമേ. യേശുവേ, കരമുയരട്ടെ. എല്ലാവരുടെ കരമുയരട്ടെ. എല്ലാവരുടെ കരമുയരട്ടെ. അഗ്നി വ്യാപരിക്കുന്നടാ. അഗ്നി വ്യാപരിക്കുന്നടാ. അഗ്നി വ്യാപരിക്കുന്നടാ. നഷ്ടപ്പെട്ട മുതലുകൾ ദാവീദിന് മടക്കി കൊടുത്ത ദൈവം ജീവനോട് ഈ പ്രേയർ ഗാർഡൻ സംഘടനത്തിൽ ഉണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അവൻ ഇവിടെ ഉണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. നിന്റെ നിലവിളി കേട്ട് നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ അവനുണ്ട്. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, ഇവിടെ ഉള്ളിലുള്ള യാതന എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങേക്കറിയാം. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി നൽകണം. അപ്പാ യേശുവേ, ഇവിടെ യാചനയ്ക്ക് ഇന്ന്, ടുഡേ, 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 ഇന്ന്, ഇന്ന്, ഇപ്പോൾ, ഇപ്പോൾ ഒരു മറുപടി നൽകണം. യേശുവേ, വാ തുറക്ക, വാ തുറന്ന് നിലവിളിക്കുക. യേശുവേ, ദാവീദ് പുത്ര, യേശുവേ, മനസ്സലിയണമേ. ഉള്ള നഷ്ടപ്പെട്ട വസ്തുക്കൾ, നഷ്ടപ്പെട്ട അവസ്ഥകൾ ദൈവം മടക്കി കൊടുക്കണമേ. സന്തോഷിപ്പിക്കണമേ രാജ. സന്തോഷിക്കണപ്പാ. ഇവർ സന്തോഷിക്കട്ടെ. ഇവിടെ സന്തോഷിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് മൂന്നാമത്തെ ഒരു പൈതലിന് വേണ്ടി ഏങ്ങി നിലവിളിക്കുന്ന സഹോദരന്റെ ഉദരത്തെ ഗർഭത്തെ കർത്താവ് ഇപ്പോൾ തുടർന്ന്, ഇപ്പോൾ തുടർന്ന് വിടുതലിൻ തീ, വിടുതലിൻ തീ, വിടുതലിൻ തീ. അഗ്നി വ്യാപരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മേൽ കർത്താവ് ഇന്ന്, 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 ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ, 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 ഇപ്പോൾ. റഗ്ഗാലദണ്ഡനദ ബാലജഞ്ജനശാലദ റഗ്ഗാലദണ്ഡനദ ബലജപരബ. കൃപ, 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 ദൈവ കൃപ. ഇരിക്കാം. മനോഹര മാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടു. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ. അവിടെ എട്ടുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്നു ഞാൻ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്നു ഞാൻ എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടോ, സാനന്ദം പാടിടോ. ആനന്ദം പാടിടോ, സാനന്ദം പാടിടോ. ശ്രീയേശു രാജൻ മുമ്പാകെ, ശ്രീയേശു രാജൻ മുമ്പാകെ കുഞ്ഞാട്ടിൻ രക്തത്താൽ ശുദ്ധനായി തീർന്നു. താൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിനു. നഷ്ടപ്പെട്ടത്
നമുക്ക് മടക്കി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ദാവീദിന്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട്, കൊട്ടാർ നശിപ്പിക്കപ്പെട്ട്, ദൈവസന്നിധി വിട്ട് അവൻ ദൂരെ മാറിപ്പോകാതെ ദൈവസന്നിധി കടന്നു വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, മാസ്റ്റർ, shall I pursue the truth which attacked me? Shall I recover things that I have lost? എനിക്ക് നഷ്ടപ്പെട്ട് ഒക്കെയും മടക്കി കിട്ടുമോ? ഞാൻ ഇവരെ പിന്തുടർന്ന് ചെന്ന് അടിക്കട്ടോ പിതാവേ? God said, yes, pursue them, you shall recover. പിന്തുടർന്ന് ചെല്ലുക, നിനക്കെല്ലാം ഞാൻ മടക്കി തരും. നാം കരയുന്നത്, നാം വിലപിക്കുന്നത്, നാം ദുഃഖിക്കുന്നത്, നാം മാറിൽ അടിക്കുന്നത്, വിലപിക്കുന്നത് കണ്ട് കയ്യും കെട്ടി രുചിച്ച് നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മനസ്സലിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അടുത്ത് സിംസോൻ കരഞ്ഞ്. ദാവീദ് കരഞ്ഞത് ഭൗതിക നഷ്ടങ്ങൾ വീണ്ടെടുക്കുവാൻ, ശിംസോൻ കരഞ്ഞത് ആത്മീയ കാര്യം വീണ്ടെടുക്കുവാൻ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷക്തൻ ചെയ്യുവാൻ പാടില്ലാത്തത് അമ്മയുടെ ഗർഭം മുതൽ നസീരനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവഭക്തൻ ശിംസോൻ ചെയ്ത്. ന്യായാധിപന്മാർ പുസ്തകം 16:1-2-3 വചനങ്ങളിൽ അവൻ കാണിച്ച കോമാളിത്തനം നോക്കിയ സ്ഥലത്തിൽ ചെന്ന സ്ഥലത്ത് കിടന്നിട്ട് മുഖാന്തരം അവൻ കരഞ്ഞ് കരസ്ഥമാക്കി അഭിഷേക തീ അവന് നഷ്ടമായി. അതൊരു ഭയങ്കര നഷ്ടമാണ്. നഷ്ടപ്പെട്ടാൽ കരഞ്ഞാൽ ദൈവം മനസ്സിൽ കൊണ്ട് മടക്കിത്തരും. പക്ഷെ നഷ്ടപ്പെടുത്തരുത്. ഇത് സൗജന്യമായി ലഭിക്കുന്നു എങ്കിലും ഇത് വില കുറഞ്ഞത് അല്ല, വില ഉള്ളതാണ്. നീ കരസ്ഥമാക്കിയ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടുത്തരുത്. നീ കരസ്ഥമാക്കിയ അഭിഷേക നിറവ് നീ നഷ്ടപ്പെടുത്തരുത്. നീ കരസ്ഥമാക്കിയ അന്യഭാഷയുടെ കൃപാവരം നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്റെ കൃപാവരങ്ങൾ നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നീ ഇടപെടരുത്. ദൈവ പൈതലേ, he lost anointing. The Bible says Samson lost anointing. അതാ ശത്രുക്കൾ വരുന്നു, ഫിലിസ്തന്മാർ വരുന്നു. അവനെ ചെമ്പ് ചങ്ങല കൊണ്ട് കെട്ടി, വെരി സ്ട്രോങ്. ഇരുമ്പ് ചങ്ങല അവൻ പൊട്ടിച്ചു കളയും. He was very strong in anointing. ചെമ്പ് ചങ്ങല കൊണ്ട് കെട്ടി അവന്റെ കണ്ണുകൾ പൊട്ടിച്ച്. ദൈവത്തിന്റെ നസീരന് സംഭവിച്ച സംഭവം കർത്താവ് ദാനമായി നൽകിയ അഭിഷേകം വളരെ ചീപ്പായി നഷ്ടപ്പെടുത്തി. He became a plaything. Once he was a firebrand. ശത്രുക്കളുടെ മുമ്പിൽ അഗ്നിയിൻ പിളമ്പായി പേടി സ്വപ്നമായി പ്രവർത്തിച്ച സിംസോൻ ഇന്ന് കാണാൻ പാടില്ലാത്ത കണ്ടത് കൊണ്ട്, ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്നത് കൊണ്ട്, കിടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അവൻ കിടന്നത് കൊണ്ട്, അഭിഷേകത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു കളി വസ്തുവായി. A tragedy. അവന് വന്ന് 3000 സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വൻ ജനസമൂഹം. ശത്രുക്കൾ വന്ന് അവനെ കെട്ടി അടക്കി കണ്ണുകൾ കുട്ടിപ്പൊത്തിയപ്പോൾ അവൻ അപ്പോഴും അറിയുന്നില്ല അവന്റെ അഭിഷേക തീ വിട്ടുപോയി. അവൻ ഇപ്പോഴും അഭിഷേകത്തിൽ നിൽക്കുന്ന വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 20-28 വചനങ്ങൾ കുടഞ്ഞൊഴിയുവാൻ ശ്രമിച്ച് അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അഭിഷേകം അവനിൽ ഇല്ല. The anointing left him already. 28-ാം വചനത്തിൽ അവന്റെ ഹൃദയം തകർന്ന് നിലവിളിച്ച്, ദൈവമേ, റിമെമ്പർ മീ. ദൈവമേ, അടിയനെ ഓർക്കണമേ. I lost your gift. അങ്ങ് എനിക്ക് സൗജന്യമായി തന്ന ദാനം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരിക്കൽ കൂടെ ഓർക്കണമേ. ഈ ദുഷ്ട സമൂഹത്തിന് പ്രതികാരം വീട്ടേണ്ടതിന് എന്റെ കണ്ണുകൾ കെട്ടിപ്പൊട്ടിച്ച് ചെമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടിയ ഈ ദുഷ്ടജാതിക്ക് ഞാൻ ഒരു പ്രതികാരം വീട്ടേണ്ടതിന് ദൈവമേ എന്നെ ഓർത്ത് കനിഞ്ഞ് ഒരിക്കൽ കൂടെ നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് മടക്കി തരണമേ. God helped him.
ദൈവം അവനെ സഹായിച്ചു. അവൻ അഭിഷേകത്താൽ നിറച്ച് അതിഭയങ്കരമായി അവന് നഷ്ടപ്പെട്ടത് മടക്കി കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടെത്തിയിരിക്കുന്നുവോ? രക്ഷയുടെ അനുഭവം ദൈവപൈതലിൽ നഷ്ടപ്പെട്ടെത്തിയിരിക്കുന്നുവോ? പണ്ടത്തെ ചൂട് ഇന്ന് ഇല്ല, നഷ്ടപ്പെട്ടെത്തിയിരിക്കുന്നുവോ? ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടെത്തിയിരിക്കുന്നുവോ? കരയുക, യേശുവേ എന്ന് കരയുക. നമുക്കൊന്ന് എല്ലാ പേർക്കും എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു ഒന്ന് പുതുക്കം പ്രാപിക്കാമോ? കരയുന്നവന് പുതുക്കം ലഭിക്കും. ആമേൻ. കരയുന്നവന് പുതുക്കം ലഭിക്കും. സിംസോൻ കരഞ്ഞ് റിമെമ്പർ മീ ഓ ലോർഡ്. എല്ലാരെയും അഭിഷേകിക്കുവാൻ എന്റെ കർത്താവിന്റെ കാരുണ്യ കരം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാരിലും അഭിഷേക തീ കടന്നു വരുന്നു. It may be a small child, doesn't matter. You may be a very old man, doesn't matter. You may be a young man, doesn't matter. നീ ഒരു കൊച്ചു കുട്ടിയോ വലിയ പിതാവോ ചെറുപ്പക്കാരനോ, ആഗ്രഹമുണ്ടോ മകളെ മകനെ? നിന്നെ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിനും ആഗ്രഹം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാരിലും, എല്ലാരിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറക്കുക, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. അപ്പാ കനിയണമേ, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ അഭിഷേക തീ ഇപ്പോൾ പകരണമേ. അന്യ ഭാഷ അടയാളത്തോട് കൂടെ 9 കൃപാ വരങ്ങളോട് കൂടെ ആരും കണ്ണുകൾ തുറന്ന് അലസതയോട് നിൽക്കല്ലേ. കണ്ണുകൾ അടയട്ടെ, കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി വാ തുറന്ന് യാചിക്കുക. അഭിഷേക തീ, 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 അഭിഷേക തീ. എല്ലാരിലും, 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 എല്ലാരിലും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എഴുപ്പുകൾ ഫലിക്കയിൽ ഇനിമേ, വൈരിയുടെ എഴുപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാകളങ്ങൾ ഓടിയിടുമ്പോൾ പൂണ്ടലം വിറയ്ക്കുമേ, കാകളങ്ങൾ ഓടിയിടുമ്പോൾ പൂണ്ടലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുക ഫലിക്കയിൽ ഇനിമേ, വൈരിയുടെ എതിർപ്പുക ഫലിക്കയിൽ ഇനിമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം
എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും അഗ്നിഗിറ കാലജാന രാഗലാജാന ശാല രാഗലാജാന ശാലാദ രാഗ രാഗ രാജാന ലാഗ രാഗ ടി 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 അഭിഷേക തീ അഗ്നി വ്യാപരിക്കുന്നു അഗ്നി വ്യാപരിക്കുന്നു അഗ്നി വ്യാപരിക്കുന്നു അഭിഷേക തീ വ്യാപരിക്കുന്നു അഭിഷേക തീ വ്യാപരിക്കുന്നു ആത്മാവിൽ നിറയുക ആമേൻ നെവർ ബിഫോർ പണ്ടൊരിക്കലും ഇങ്ങനെയില്ല പുത്തമ്പുതു ശക്തി നിറയുക 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 ഈ കാമ്പൗണ്ട് പൂർണ്ണമായി അഗ്നിയാൽ എല്ലാവരെയും നിറയ്ക്കുവാൻ അവൻ വന്നിട്ടുണ്ട് രാജാതി രാജാ വന്നിട്ടുണ്ട് ആത്മാവിൽ നിറയുക ദൈവ പൈതലേ ആത്മാവിൽ നിറയുക ജീസസ് ക്രൈസ്റ്റ് ഇൻ യു നിങ്ങളിൽ അവൻ നിങ്ങളിൽ ആത്മാവാം ദൈവം നിങ്ങളിൽ ആത്മാവാം ദൈവം നിങ്ങളിൽ അഭിഷേക തീ ആത്മാവിൽ നിറയുക എല്ലാവരും അസ്ഥിയിലുള്ള സർവ്വരീതിയിലുള്ള രോഗങ്ങളും കർത്താവ് ഇപ്പോൾ തൊട്ട് എല്ലാരിൽ നിന്നും സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോ ആൻഡ് ചെക്കപ്പ്. ക്യാൻസർ തുല്യമായ രോഗത്തിൽ അഴുകി ഒരു സ്ത്രീ, വലത് കൈയിലെ കൈവിരലുകളുടെ ഇടയിൽ അഴുകി ഒരു പുരുഷൻ. എട്ടിരിക്കുന്ന 2 പേരെയും കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. ആറാമത് സങ്കീർത്തനം 126 5 വചനം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ ആർപ്പോടെ ലഭിക്കുന്ന കൊയ്ത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന സന്തോഷം. ഈ വചനത്തിലെ വ്യാഖ്യാന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കയ്യിലിരുന്ന് വിത്തെല്ലാം വിതച്ച് ഒരു കൊയ്ത്തും ലഭിച്ചില്ല. എല്ലാ വിത്തും വിതച്ച് വിതയ്ക്കാൻ പോകുന്നവൻ കയ്യിലിരുന്ന എല്ലാ വിത്തും അവൻ വിതച്ച് അവസാനം ഒരു കൊയ്ത്തും ഒരു ഫലവും കിട്ടാതെ വന്നപ്പോൾ ഒരു വിത്ത് അവന്റെ കയ്യിലിരുന്ന് അവൻ സ്വർഗം നോക്കി നിലവിളിച്ചിട്ട്, അപ്പാ, മിച്ചമുള്ളത് ഈ ഒരു വിത്ത് മാത്രം, ഞാനിത് വിതയ്ക്കുന്നു.
ഇത് ഫലം തരണമേ. ഫലം കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം. ഹല്ലേലൂയ. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ ദൈവ പൈതൽ ഹന്ന, അവളുടെ പ്രതിയോഗിക്ക് മക്കളുണ്ട്. അടുമുഖാന്തരമുള്ള പ്രതിയോഗി വല്ലാതെ ഇവളെ മുഷിപ്പിച്ച് ഇവൾ കരഞ്ഞ് പട്ടിണി കിടന്ന്, എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. ഇവൾ കരഞ്ഞ് പട്ടിണി കിടന്ന് ഫലം ശൂന്യം. അവസാനം അവളുടെ കയ്യിലിരുന്നത് ഒറ്റ വിത്ത്, ഒരേ ഒരു വിത്ത്. അത് ദൈവസനിൽ കടന്നു വന്ന ആലയത്തിൽ വിതറി. ആ വിത്തിന് ഫലം കിട്ടി, സാമുവേൽ. അപ്പോൾ അവൾ ഉണ്ടായ സന്തോഷം ഭയങ്കര സന്തോഷമാണ്. 1 സാമുവേൽ 2-ാം അധ്യായം 1-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൾ സന്തോഷിച്ച് എല്ലാ വിത്തും വിതച്ചപ്പ ഒന്നും കിട്ടിയില്ല. അവസാനം കയ്യിലുണ്ടായിരുന്ന ഒറ്റ വിത്ത്. ആ വിത്ത് സ്വർഗം നോക്കി ഞാൻ നിലവിളിച്ചിട്ട് വിതറി. അത് ഫലം കിട്ടി. അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ, നിങ്ങളുടെ മക്കളുടെ പ്രശ്നത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ കടംഭാരത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ മക്കൾ ഇല്ലായ്മയിൽ ഉള്ള മക്കളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മുഖാന്തരം വിത്ത് വിതച്ച് 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 എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് അവസാന വിത്തുമായി ദൈവസന്നിൽ വന്നിരിക്കുന്നുവോ, ഈ വിത്ത് ഒന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് വിതച്ച് നോക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകും. 5 ആണ്ട് പ്രാർത്ഥിച്ച്, 6 ആണ്ട് പ്രാർത്ഥിച്ച്, 12 മാസം പ്രാർത്ഥിച്ച്, 24 പ്രാർത്ഥിച്ച് അഭിഷേകത്തിനായി അവസാനം 7-ാമത്തെ ആണ്ടിൽ സ്വർഗം നോക്കി നിലവിളിച്ചിട്ട് അവസാന പ്രാർത്ഥന, പിതാവേ ഇപ്പോഴെങ്കിലും എന്നെ അഭിഷേകിക്കണമേ. കർത്താവ് എന്നെ കൈവെളിഞ്ഞല്ല അഭിഷേകിച്ച്. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് തന്ന അഭിഷേകിന്റെ കാര്യത്തിലും അവൻ കഠിന ഹൃദയമുള്ള ദൈവമല്ല. പ്രിയമുള്ളവരെ, വിത്ത് വിതച്ച് വിതച്ച് കൊയ്ത്ത് ലഭിക്കാതെ ഇന്ന് അവസാനം ഞാനിതാ വിത്ത് വിതയ്ക്കാൻ പോകുന്നു എന്ന നിലവിളിയോടെ എത്തിയിരിക്കുന്നുവോ, ഇന്ന് വിത്ത് വിതറുക. കർത്താവ് കൊയ്ത്ത് അധികമായി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ, കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറാ. കാകള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ, കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറാ. എന്നും വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അവസാനം 2 കൊരിന്ത്യർ 7-ാം അധ്യായം 4-ാം വചനം. പൗലപ്പോസ്തലൻ എഴുതുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. കഷ്ടതയിൽ സന്തോഷം, അത് പൂർണ്ണ സന്തോഷമാണ്, താൽക്കാലിക സന്തോഷമല്ല. രക്ഷയുടെ സന്തോഷം താൽക്കാലിക സന്തോഷമല്ല, അത് പൂർണ്ണ സന്തോഷമാണ്. നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരുമ്പോൾ അത് താൽക്കാലിക സന്തോഷമല്ല, അത് പൂർണ്ണ സന്തോഷമാണ്. വിത്ത് വിതച്ച് വിതച്ച് എല്ലാ വിത്തുകളും പ്രയോജനം ഇല്ലാതെ നഷ്ടപ്പെട്ടപ്പോൾ അവസാനം മിച്ചമുള്ള ഒരു വിത്ത് സ്വർഗം നോക്കി യേശുവിന്റെ മുഖം അന്വേഷിച്ച്, പിതാവേ
ഞാനിതാ വിത്ത് വിതർന്ന് ഫലം തരണമേ എന്ന് വിതയ്ക്കുമ്പോൾ ലഭിക്കുന്ന കൊയ്ത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ സന്തോഷം ഭയങ്കര നിത്യ സന്തോഷമാണ്, പൂർണ്ണ സന്തോഷമാണ്. അവസാനം പൗലോസ് എഴുതുന്ന ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നാം കഷ്ടത അനുഭവിക്കുമ്പോൾ ആ കഷ്ടത കൊണ്ടുവരുന്ന സന്തോഷം പൂർണ്ണ സന്തോഷം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് അനേക കാരണങ്ങൾ ഉണ്ട്. യോബ് 14:1 മനുഷ്യനായി ജനിച്ചാൽ കഷ്ടത ഉണ്ട്. യോബ് 2:7 സാത്താൻ കഷ്ടത കൊണ്ടുവരും. സങ്കീർത്തനം 107:17 നമ്മുടെ പാവപ്രവൃത്തി മുഖാന്തരം ഉണ്ടാകുന്ന കഷ്ടത. സങ്കീർത്തനം 91:15 നാം നീതിയോട് ജീവിച്ചാൽ വരുന്ന കഷ്ടത. സഭാപ്രസംഗി 9:2 നല്ലവനും ദുഷ്ടനും ഒരുപോലെ കഷ്ടത ഉണ്ട്. എങ്കിലും ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവർക്ക് പ്രത്യാശ ഉണ്ട്, കഷ്ടതയും ഉണ്ട്. ഇവിടെ 2 കൊരിന്ത്യർ 7:4 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കഷ്ടത ക്രിസ്തു വഹിച്ച കഷ്ടതയിൽ നാമും പങ്കുള്ളവരായി അവനെപ്പോലെ കഷ്ടപ്പെടുമ്പോൾ, സ്വർഗരാജ്യത്തിന് നാം കഷ്ടപ്പെടുമ്പോൾ, യേശുവിന്റെ വേലയിൽ കഷ്ടപ്പെടുമ്പോൾ, യേശുവിന്റെ വചനത്തിന് കഷ്ടപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരായി ജീവിക്കുമ്പോൾ 1 പത്രോസ് 4:13 അങ്ങനെ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുക. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ വരവെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടയായിത്തീരും. ദൈവവേലയിൽ തീഷ്ണതയുള്ളവരായി കർത്താവിന്റെ വേലയ്ക്ക് സാക്ഷിയായി കഷ്ടത സഹിച്ചുകൊണ്ട് നീ നിൽക്കുമ്പോൾ, തീഷ്ണതയോട് കർത്താവിന്റെ സാക്ഷിയെ ജീവിക്കുമ്പോൾ, കർത്താവ് വരുമ്പോൾ നീ ഉല്ലസിക്കുവാനിടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പ്രത്യാശ ഉണ്ട്? കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ കഷ്ടതയിൽ പങ്ക് ഉള്ളവന് സന്തോഷമുണ്ട്. കർത്താവിന്റെ കഷ്ടതയിൽ പങ്ക് ഉള്ളവന് മാത്രമേ സന്തോഷമുള്ളൂ. കർത്താവ് സഹിച്ച കഷ്ടത 1 മർക്കോസ് സുവിശേഷം 15:34 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 9 മണി നേരത്തിലെ ക്രൂശിൽ കിടന്ന യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ച്. പ്രിയമുള്ളവരെ, ഏകാന്തത എന്നുള്ള കഷ്ടത, ഏകാന്തത, തനിയായി കിടന്നവൻ നിലവിളിച്ചു. ഏകാന്തത, അവന് കൂട്ടിന് ആരുമില്ല. ദൈവമേ, അങ്ങുപോലും എന്നെ ഉപേക്ഷിച്ചുവോ? ഏകാന്തത ഒരു മനുഷ്യൻ സഹിക്കുന്ന കഷ്ടതയിൽ ഏറ്റവും കഠിനമായ കഷ്ടതയാണ്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 ശമൂവേൽ 24 കുകയിൽ ശൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം ദാവീദ് മുറിച്ചെടുക്കുമ്പോൾ ദാവീദിന് പക്കബലമായി നിന്ന 400 പേർ 1 ശമൂവേൽ 30 ദാവീദ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് കൂട്ടിന് എപ്പോഴും ഉണ്ടായിരുന്ന 400 പേർ പാർട്ടി മാറി അവനെ കല്ലെറിയണം എന്ന് പറഞ്ഞു ദാവീദ് ഒറ്റയ്ക്കായി. ആമേൻ, ഹല്ലേലൂയ. ദാവീദ് തനിച്ച് നിന്ന് നിലവിളിക്കുന്നു. തനിച്ച് നിന്ന ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ട്. അതേപോലെ യേശുവിനെ നോക്കുക. യേശു ഈ ഭൂമിയിൽ വരും മുമ്പ് പിതാവാം ദൈവം യേശുവിനെ സ്വർഗത്തിൽ തനിച്ചാക്കിയില്ല. യോഹന്നാൻ 1:18 നമ്മ പഠിപ്പിക്കുന്നു, യേശുവിന് പിതാവാം ദൈവം തന്റെ മാറിടത്തിൽ എപ്പോഴും വച്ചിരുന്നു. ജീസസ് ക്രൈസ്റ്റ് വാസ് എവറി ടൈം
Before he came down in this world, he was in the bosom of Almighty God. യോഹന്നാൻ 1:18. പിതാവാം ദൈവത്തിന്റെ മാറിടത്തിൽ അവൻ എപ്പോഴും ഇരുന്ന് ഈ ഭൂമിയിൽ വന്നോ ഓരോ സെക്കൻഡ് 33 ആണ്ട് കാലമും എന്റെ പിതാവ് തന്റെ പുത്രനെ തനിച്ച് ആക്കിയിടേയില്ല. അവൻ പബ്ലിക് പ്രവർത്തനത്തിൽ, സമൂഹത്തിൽ, അവൻ പൊതുവേദികളിൽ ഇരുന്നപ്പോൾ ലൂക്കോസ് 8:45 നമ്മെ പഠിപ്പിക്കുന്നു, എപ്പോഴും യേശുവിനെ ജനസമൂഹം തിക്കി തിരക്കി, എപ്പോഴും ജനസമൂഹം ചുറ്റുമുണ്ടായിരുന്നു. ലൂക്കോസ് 8:45. അവൻ വീട്ടിലിരുന്നപ്പോൾ മർക്കോസ് സുവിശേഷം 2:2 യേശു വീട്ടിലിരുന്നപ്പോൾ ജനസമൂഹം വീട്ടിന്റെ വാതിൽ വരയിലും നിറഞ്ഞിരുന്ന്. അവൻ തനിച്ചാക്കിയില്ല ദൈവം അവനെ. യേശു നിർജ്ജന പ്രദേശത്ത് പോയപ്പോഴോ അപ്പോൾ പോലും മർക്കോസ് 1 അവസാന വചനത്തിൽ എല്ലായിടത്തു നിന്നും ആളുകൾ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തിരുന്ന യേശുവിന്റെ അടുക്കൽ വന്ന് കൂടി. അവിടെയും അവൻ തനിച്ച് ദൈവം വിട്ടില്ല. പൊതുവേദികളിൽ യേശുവിനെ അവൻ തനിച്ചു വിട്ടില്ല. വീട്ടിലിരുന്നപ്പോഴും ജനസമൂഹം ദൈവം അവനെ തനിച്ചു വിട്ടില്ല. അവൻ മരുഭൂമിയിൽ യേശു പോയപ്പോഴും പിതാവാം ദൈവം അവനെ തനിച്ചു വിട്ടില്ല. ആളുകൾ വന്ന് കൂടി. പക്ഷെ അവൻ ക്രൂസിനെ അടുക്കും തോറും ജനം അവനെ വിട്ട് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ക്രൂസിന്റെ നാളുകൾ എത്തും തോറും യോഹന്നാൻ 6:66 യോഹന്നാൻ സുവിശേഷം 6:68 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. പത്രോസിനോട് യേശു കർത്താവ് പറയും, നിനക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാം. അപ്പോൾ പത്രോസിന്റെ മറുപടി, നിത്യ ജീവന്റെ വചനം അങ്ങയുടെ അടുക്കൽ ഉണ്ട്, ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകും? അങ്ങനെ പറഞ്ഞ പത്രോസ് പോലും മത്തായി സുവിശേഷം 26 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യേശുവിനെ തള്ളി പറഞ്ഞിട്ട് അവൻ മടങ്ങിപ്പോയി. യേശു ക്രൂസിൽ നിൽക്കുമ്പോൾ യോഹന്നാനും അമ്മ മറിയം മാത്രം, അവരും യേശുവിനെ വിട്ടുപോയി. ഇപ്പോൾ യേശു ഏകനായി. ശ്രദ്ധിച്ച് കേൾക്ക, ക്രിസ്തീയ ജീവിതം ഒരു എന്റർടൈൻമെന്റ് ജീവിതം അല്ല. ഇത് എന്റർടൈൻമെന്റ് ജീവിതം അല്ല. യേശു കർത്താവ് നിങ്ങൾക്കും എനിക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. എന്റെ നാമം നിമിത്തം എല്ലാരും നിന്നെ പകയ്ക്കും. ലൂക്കോസ് സുവിശേഷം 21:17 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കർത്താവിന്റെ വചനം അനുസരിച്ച് സത്യത്തിന്റെ സാക്ഷിയായി നിന്നാൽ എല്ലാവരും നിന്നെ പകയ്ക്കും. അതിൽ നീ പിടിച്ചു നിന്നാൽ എന്റെ ദൈവം വട്ടിയും മുതലുമായി ഇവിടെയും അവിടെയും നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് യേശു സഹിച്ച കഷ്ടത, നിന്ദ. He was despised. അവൻ ഏകനായി ആക്കപ്പെട്ട് അവൻ നിന്ദ സഹിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദാവീദ് രാജ സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും ദാവീദിനെ ഉപേക്ഷിച്ച് 1 ശമൂവേൽ 17:28 മൂത്ത സഹോദരൻ ഏലിയാവ് ദാവീദിനോട് കോപിച്ച് 1 ശമൂവേൽ 17:33 രാജാവ് സൗൽ അവനെ അപമാനിച്ച് 1 ശമൂവേൽ 17:42 ഒരു ദൈവ പൈതൽ അവസാനം അനുഭവിക്കുന്ന അഗ്നി ശോധന, നിന്ദ. യു ഷാൽ ബി മോക്ക്ഡ് ആൻഡ് റിപ്രോച്ച്ഡ്. ഇത് ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതം പൂജ്യമാണ്. നിന്ദ, അവസാന ഫൈറ്റ്. 1 ശമൂവേൽ 17:42 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഗോലിയാത്ത് അവനെ നിന്ദിച്ചു. ഈ നിന്ദ അതിര് കടന്നപ്പോൾ സ്വർഗം ഇടപെട്ട്. ഹല്ലേലൂയ. തന്റെ പൈതൽ
ദുഷ്ട മനുഷ്യൻ നിന്ദിക്കുന്നറിഞ്ഞപ്പോൾ സ്വർഗം ഇടപെട്ട് സാമുവേലോട് അരുളി ചെയ്യുന്നു. 1 സാമുവേൽ 16:12 ഇവൻ ആകെന്ന് ഇവനെ അഭിഷേകിക്കുക, ഇവന് എനിക്ക് ആവശ്യം ഉണ്ട്. നിന്ദ. ഐസയ പ്രവചന പുസ്തകം 51:7 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ നിന്ദയെ നീ ഭയപ്പെടരുത്. ആമേൻ. നീ ക്രിസ്തീയ പൈതൽ ആയതുകൊണ്ട് സമൂഹത്തിൽ, ഓഫീസിൽ, വീട്ടിൽ, വിശ്വാസ ജീവിതത്തിൽ നീ നിലനിൽക്കുന്നത് കൊണ്ട് നിന്നെ ഈ ലോകം നിന്ദിക്കുന്നുവോ ഒട്ടും നീ ഭയപ്പെടരുത്, പിന്മാറരുത്. തൊട്ടടുത്ത് മാനമിത വരുന്നു. ഞങ്ങളുടെ ഈ ദീർഘകാല പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടത് മനുഷ്യന്റെ നിന്ദ അതിര് കടന്നപ്പോഴാണ്. അവന്റെ പ്രാർത്ഥന കണ്ടില്ലയോ? അവന് മക്കളെ കിട്ടട്ടെ, ഞാൻ വരാം. മക്കളെ കിട്ടിയടോ, നീ ഇനി വാ. മക്കളെ ദൈവം തന്ന് 1 ചോദിച്ചപ്പോൾ 2 ദൈവം തന്ന്. ഇനി നീ വാ, ഇനി നീ പ്രാർത്ഥനയ്ക്ക് വാ. അതിര് കടന്നപ്പോൾ ദൈവത്തിന്റെ കരം ഇറങ്ങി അനുഗ്രഹിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹോദരി കരഞ്ഞ് പ്രാർത്ഥന വിഷയം പറഞ്ഞു, അയ്യോ 2ാം ശനിയാഴ്ചക്ക് വരുമ്പോ ആ മോള് മാടൻ വന്ന് നോക്കി നിൽക്കുന്നു, ബ്രദർ കാറ് തുപ്പുന്നു ബ്രദർ. ഞാൻ ചോദിച്ചു, കാർ എവിടെ തുപ്പി? മുറ്റത്ത് തുപ്പി. പക്ഷെ മത്തായി 26:67 വായിക്കുക. പരീശന്മാർ കാറി യേശുവിന്റെ മുഖത്ത് തുപ്പി. അത്തര വന്നില്ലല്ലോ നിനക്ക്. അത്തര ദൈവം അനുവദിക്കുകയില്ല. അരീപ്പുറം ഭാഗത്തിൽ നിന്ന് ഒരു 2ാം ശനിയാഴ്ച ആരാധനയ്ക്ക് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് ബൈബിളുമായി കടന്നു വന്നപ്പോൾ ഒരു പിശാസു പിടിച്ചവൻ തടഞ്ഞു നിർത്തി പരിഹസിച്ച് കൂട്ടായ്മ. ഈ മകൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയില്ല, ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. കറക്റ്റ് 11:45 മണിക്ക് ദൈവത്തിന്റെ അരുളപ്പാട്. ഈ മകളെ ദൈവം പേർ ചൊല്ലി വിളിച്ചിട്ട്, നിന്നെ പരിഹസിച്ചവന മുഖം ഇനി നീ കാണുകയില്ല. അതേ 11:45 മണിക്ക് അരീപ്പുറം ഭാഗത്ത് അവൻ തൂങ്ങി ചത്ത്. ഇവൾ കൂട്ടായ്മ കഴിഞ്ഞു പോകുമ്പോൾ പോലീസ് വന്ന് FIR എടുക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഒരു എന്റർടൈൻമെന്റിന്റെ ദൈവമല്ല, ഇവൻ തീയാണ്. തീയ ദഹിപ്പിക്കുന്ന തീയാണ്. അവനെ പരീശന്മാർ നിന്ദിച്ചപ്പോൾ അവൻ സഹിച്ചെങ്കിലും ദൈവ പൈതലേ, ദൈവം ഇല്ലാത്തവൻ നിന്നെ നിന്ദിക്കുവാൻ എന്റെ ദൈവം വിടുകയില്ല. ഒരു പരിധി വരെ അനുഭവിക്കും. ഒരു അതിർത്തി കടക്കുമ്പോൾ കർത്താവിന്റെ കരം ഇറങ്ങി നിന്നെ രക്ഷിക്കും. ആകയാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വചനത്തിൽ യേശുവിനെ നോക്കുക, മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി കുരിശിനെ സഹിച്ച് ഓടുക. പരിപൂർണ സന്തോഷം നിനക്കായി കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരിലും ദൈവകൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. കൈകൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ, 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 ദൈവകൃപ.
ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. ആമേൻ, ആമേൻ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നല്ല ദൈവമേ, എല്ലാവരെയും അങ്ങയുടെ കരത്തിൽ തരുന്നു. നല്ല ദൈവമേ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. യേശപ്പാ, എന്റെ ഹൃദയത്തിൽ വരണമേ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരിലും, 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 എല്ലാവരിലും. പ്രത്യേകിച്ചും എന്റെ അനുജൻ അനുജത്തിമാര് അങ്ങയുടെ കരത്തിൽ തരുന്ന രാജ. പരീക്ഷ എഴുതിയിട്ട് ഫീഡിയോട് നിൽക്കുന്നവരുണ്ട്, പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്, എൻട്രൻസ് എഴുതിയവരുണ്ട്, എൻട്രൻസ് എഴുതാൻ പോകുന്നവരുണ്ട്, റിസൾട്ടിന് വേണ്ടി ഭീതിയോട് കാത്തിരിക്കുന്നവരുണ്ട്. സകല സഹോദരങ്ങളെ അങ്ങയുടെ കരത്തിൽ തരുന്ന് അങ്ങനെ നിൽക്കുന്ന എന്റെ അനുജൻ അനുജത്തിമാർ കൈകളെ ഉയർത്തിക്കൊള്ളുക, കൈകളെ ഉയർത്തിക്കൊള്ളുക. എന്റെ കർത്താവിന്റെ അത്ഭുത കരം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡാ പ്രവർത്തിക്കാൻ പോകുന്നു, ഈ ഡാ പ്രവർത്തിക്കാൻ പോകുന്നു. ഭയം മാറട്ടെ, ഭയം മാറട്ടെ, ഭയം മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ. ക്ലാസ്സിൽ, സ്കൂളിൽ, കോളേജിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്നാമനായി സ്ഥാപിക്കണമേ, ഒന്നാമനായി സ്ഥാപിക്കണമേ. ഇവിടെ ആഗ്രഹത്തിന് തക്ക രീതിയിൽ ദൈവമേ ഒരു അത്ഭുതം ചെയ്യണമേ, ഒരു അത്ഭുതം ചെയ്യണമേ. വാ തുറന്ന് യാചിക്കുക, വാ തുറന്ന് യാചിക്കുക, വാ തുറന്ന് യാചിക്കുക. എല്ലാവരും, എല്ലാവരും. ആമേൻ, ആമേൻ. അഗ്നി വ്യാപരിക്കുന്നിട, അഗ്നി വ്യാപരിക്കുന്നിട, അഗ്നി വ്യാപരിക്കുന്നിട. എല്ലാവരിലും, എല്ലാവരിലും, എല്ലാവരിലും. കരങ്ങളെ ഉയർത്തി, കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരങ്ങളെ ഉയർത്തി, കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ആമേൻ, 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 ആമേൻ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. നന്ദി കർത്താവ്, 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 നന്ദി യേശുവേ, നന്ദി രാജ, നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി. മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നിന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ അർപ്പിക്കുക. നിന്റെ ആഗ്രഹം മകനെ, മകളെ, ദൈവസന്നിധിയിൽ അർപ്പിക്കുക. മകനെ, മകളെ, ദൈവസന്നിധിയിൽ നിന്റെ ആഗ്രഹം അർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. വെറും കളി തമാശയായി നിൽക്കരുത്, വെറും ഒരു എന്റർടൈനറായി നിൽക്കരുത്, വെറും അലസതയോട് നിൽക്കരുത്. നിലവിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിസ്റ്റർ മണിയൻ, മിസ്റ്റർ മണിയൻ, മിസ്റ്റർ മണിയൻ, ഇന്നു മുതൽ നിങ്ങളുടെ ഉയർച്ചയുടെ ദിവസങ്ങൾ, ഉയർച്ചയുടെ ദിവസങ്ങൾ. എപ്പോഴും നീ ഒരു ദൈവ പൈതൽ എന്നുള്ള ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അഗ്നി വ്യാപരിക്കുന്നിട, അഗ്നി വ്യാപരിക്കുന്നിട. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറക്കാം, വാ തുറക്കാം. അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. യേശുവിന് രക്ഷിതാവായി കൈക്കൊള്ളുക. യേശുവിന് ദൈവ പൈതലേ രക്ഷിതാവായി കൈക്കൊള്ളുക. ദൈവ പൈതലേ നിലവിളിക്കുക. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. അല്പ സന്തോഷമല്ല, മായയായ സന്തോഷമല്ല, പൂർണ്ണ സന്തോഷം എനിക്ക് തരണമേ, പൂർണ്ണ സന്തോഷം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. വാ തുറന്ന് കരയുക, കരയുക. വെറും ചടങ്ങ് പ്രാർത്ഥന അല്ലവേ അല്ല, വെറും ചടങ്ങ് പ്രാർത്ഥന അല്ലവേ അല്ല. കരയുക പ്രിയമുള്ളവരെ. ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ആനന്ദ നദി, ആനന്ദ നദി. അല്പാശ്വാസമല്ല,
മായയായ സന്തോഷമല്ല, വഷളന്റെ ജയഘോഷമല്ല, ദുഷ്ടന്റെ സന്തോഷവുമല്ല, അനീതി നൽകുന്ന സന്തോഷമല്ല, പൂർണ്ണ സന്തോഷം. ആനന്ദ നദി, ആനന്ദ നദി നിങ്ങളിലേക്ക്, നിങ്ങളിലേക്ക്, നിങ്ങളിലേക്ക് എല്ലാവരിലും, എല്ലാവരിലും കരങ്ങൾ ഉയർത്തി, കരങ്ങളെ തട്ടി ദൈവനാമ മഹത്വത്തിനായി വാ തുറന്ന് പാടുക. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ട് ഹല്ലേലൂയ കണ്ടൻ വാരാ നാമും പോകാരാ. ഹായ് കണ്ടൻ വാരാ നാമും പോകാരാ. ഹായ് കണ്ടൻ വാരാ നാമും പോകാരാ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം രണ്ട് കർമ്മം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ഹാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ടൻ വാരാ നാമും പോകാറാ. കണ്ടൻ വാരാ നാമും പോകാറാ. കണ്ടൻ വാർ കൈ ഉയരട്ടെ. ടി നിന്റെ യാചനകൾക്ക് മറുപടി, നിന്റെ യാചനകൾക്ക് മറുപടി, നിന്റെ കണ്ണുനീർക്ക് മറുപടി. അല്പസന്തോഷമല്ല, പരിപൂർണ ആനന്ദം. ആനന്ദ നദി, ആനന്ദ നദി നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ ആനന്ദ നദി, ആനന്ദ നദി, ആനന്ദ നദി. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. അഗ്നി വ്യാപരിക്കുന്നു, 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 അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു നിങ്ങളിൽ, നിങ്ങളിൽ,
നിങ്ങളിൽ 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 രോഗം ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. കട്ടികൾ മായുന്നു, മുളകൾ മായുന്നു, ക്യാൻസർ മായുന്നു. യേശുവിൻ നാമത്തില് കടൻ ഭാരത്തോട് നിലവിളിക്കുന്ന വ്യക്തികള് എന്റെ ദൈവം ഇടാ തൊടുന്നു. അത്ഭുതത്തിൻ ദിവസം ഇടാ അടുത്തു വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. സർജറിക്ക് ഡോക്ടർ വിധി എഴുതിയ വ്യക്തികള് എന്റെ ദൈവം തൊടുന്നു. സർജറി കൂടാതെ തന്നെ ഇപ്പോൾ യേശു തൊട്ട് സൗഖ്യം നൽകുന്നു. ബ്ലീഡിംഗ് മാറുന്നു, ക്യാൻസർ മാറുന്നു, കട്ടികൾ മാറുന്നു, മുളകൾ തെറിക്കുന്നു, പ്രയാസം മാറുന്നു, ദുഃഖം ആനന്ദമാക്കി കർത്താവ് തീർക്കുന്നു. ആനന്ദ നടി നിങ്ങളിൽ 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 നിങ്ങളിൽ. കരം ഉയർത്തി കരം തട്ടി വലിയവനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും നിറച്ചതിനാ നന്ദി. മാനമകറ്റും ദൈവം എടുത്തുകൊള്ളണം. യേശുനാമത്തിൽ പിതാവേ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.